സുപ്രഭാതം കുട്ടികളെ, ഇന്ന് നമ്മൾ നിങ്ങളോട് ഒരു കഥ പറയാം. ഈ കഥയുടെ ധാർമ്മികത നമുക്ക് കണ്ടെത്താം. ഈ കഥയുടെ പേര് മറക്കുന്ന ചിക്കി. ഒരിക്കൽ ഒരു വലിയ പച്ച കാട്ടിൽ ചിക്കി എന്നു പേരുള്ള ഒരു ചെറിയ അണ്ണാൻ താമസിച്ചിരുന്നു. ചിക്കി സന്തോഷവതിയും കളിയുമായിരുന്നു. കായ്കൾ ശേഖരിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കിക്ക് വളരെ മറവിയായിരുന്നു. എല്ലാ ദിവസവും അവൾ കായ്കൾ ശേഖരിച്ച് പല സ്ഥലങ്ങളിൽ ഒളിപ്പിക്കുമായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ വിശന്നപ്പോൾ ചിക്കിക്ക് അവ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കിക്ക് വളരെ മറവിയായിരുന്നു. ഒരു തണുത്ത പ്രഭാതത്തിൽ ശൈത്യകാലം വന്നു. കാട് തണുത്തു തുടങ്ങി. പഴങ്ങളും കായ്കളും കണ്ടെത്താൻ പ്രയാസമായി. ഭക്ഷണത്തിനായി ചുറ്റും നോക്കുമ്പോൾ ചിക്കി വിറച്ചു. അവൾ പാറകൾക്കടിയിൽ, മരങ്ങൾക്കു പിന്നിൽ, കുറ്റിക്കാടുകൾക്ക് സമീപം തിരഞ്ഞു. പക്ഷേ അവളുടെ രഹസ്യ ഒളിത്താവളങ്ങൾ ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവളുടെ സുഹൃത്ത് മീര എന്ന ജ്ഞാന പക്ഷി പറന്നുയർന്നത്. ചിക്കി, മീര ദയയോടെ പറഞ്ഞു, നീ എപ്പോഴും സാധനങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് മറക്കും. ശൈത്യകാലത്ത് സുരക്ഷിതരായിരിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധാലുവും ചിന്താശേഷിയുള്ളവരുമായിരിക്കണം. നിങ്ങളുടെ എല്ലാ അണ്ടിപ്പരിപ്പും ഒരിടത്ത് സൂക്ഷിച്ച് അത് അടയാളപ്പെടുത്താൻ ഓർമ്മിക്കാത്തതെന്താണ്? ചിക്കി ശ്രദ്ധിച്ചു. അവൾ മരത്തിന് സമീപം ഒരു ചെറിയ മാളമുണ്ടാക്കി. അതിൽ തിളങ്ങുന്ന ഒരു കല്ല് കൊണ്ട് അടയാളപ്പെടുത്തി. അതിനുള്ളിൽ അവളുടെ കായ്കൾ വൃത്തിയായി സൂക്ഷിച്ചു. ഇത്തവണ അവൾ മറന്നില്ല. വിശക്കുമ്പോഴെല്ലാം അവൾ പെട്ടെന്ന് സ്ഥലം കണ്ടെത്തി ഭക്ഷണം ആസ്വദിച്ചു. ഈ കഥയുടെ ധാർമ്മികത: നമ്മൾ ശ്രദ്ധയോടെയും സംഘടിതമായും ഉത്തരവാദിത്തത്തോടെയും നിലകൊണ്ടാൽ പിന്നീട് പ്രശ്നങ്ങൾ ഒഴിവാക്കാം. മറവി പ്രശ്നങ്ങൾക്ക് കാരണമാകും, പക്ഷേ നല്ല ശീലങ്ങൾ ജീവിതം എളുപ്പമാക്കുന്നു. If you enjoyed this content, don't forget to like, share and subscribe for more updates. Your support helps us create even more great videos and keeps you in the loop with all our latest content. Thanks for watching.